കുറേ നാളായിട്ട് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം നമ്മൾ അയ്യപ്പനും കോശിയും കഴിഞ്ഞ് ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്. നമ്മളിത്ര ഒരു വലിയ സ്കെയിൽ എടുക്കുന്ന സിനിമ ആയതുകൊണ്ട് അതിന് അത്രയും ഒരു ഷെഡ്യൂൾ ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായിട്ട് പറഞ്ഞ പോലെ പല തടസ്സങ്ങൾ നല്ല അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങളാൽ നമ്മളിങ്ങനെ ഷൂട്ട് ഡിലേ ആയി. ഒരു 4 വർഷം കൊണ്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു വെയിറ്റിംഗ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ ഒരു ഡേ നമ്മൾ ഈ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും ഷൂട്ട് ചെയ്തപ്പോഴും മനസ്സിൽ കണ്ട വിഷ്വലിനേക്കാൾ ഒരുപാട് പടികൾ മേലെയാണ് എന്ന് വിഷ്വലി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് ജയൻചാനോട് വലിയൊരു താങ്ക്സ് പറയുകയാണ്. നമ്മൾക്ക് വിശ്വസിച്ച് ക്യാരക്ടർ തന്നതിനും ഈ എല്ലാവരുമായിട്ടുള്ളൊരു കണക്ഷനും ബോണ്ടിങ്ങും അച്ഛൻ മകൻ എന്ന് പറയുന്ന ഷമ്മിച്ചാനുമായിട്ടുണ്ടായിരുന്ന ഒരു ബോണ്ടിങ് എല്ലാം ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തിയേറ്ററിലെ സ്ക്രീനിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് കണക്റ്റായി എന്ന് വിശ്വസിക്കുന്നു. കണ്ടവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സച്ചേട്ടൻ്റെ സിഗ്നേച്ചേഴ്സാണ് ഞങ്ങളെല്ലാവരും, ജയൻചേട്ടൻ ഉൾപ്പെടെ. നമ്മളെല്ലാം സച്ചേട്ടനുമായിട്ട് അത്രയും ആത്മബന്ധം ഉള്ള ആൾക്കാരാണ്. നമ്മൾ ലൊക്കേഷനിൽ ഒരു ദിവസം പോലും സച്ചേട്ടനെ പറ്റി സംസാരിക്കാത്ത അല്ലെങ്കിൽ ഓർക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. കാരണം ഇന്നും അന്ന് അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും സച്ചേട്ടൻ ഇവിടെ ലൈവായിട്ട് ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. അപ്പം ആ ഒരു മിസ്സിംഗ് ഉണ്ട്. സച്ചേട്ടൻ്റെ അടുത്ത് അത്രയും കടപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സച്ചേട്ടൻ്റെ ഒരു സോൾ എന്തായാലും അതിന് ഹാപ്പി ആയിരിക്കും തന്നെയാണ് വിശ്വാസം.